ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുക്കറി ഷോയാണ്. അപ്പം കുറേ നാല് ശേഷമാണ് ബ്ലോഗൊക്കെ എടുക്കുന്നത്. അപ്പം നമുക്ക് മുകളിലോട്ട് കടക്കാം. അപ്പം അതിനെ നമ്മൾ കക്കാച്ചിയാണ്. കക്കാച്ചി പിന്നെ നമ്മുടെ മുളക് അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഉപ്പുണ്ട്, പിന്നെ ഇഞ്ചിയുണ്ട്, പിന്നെ ഉള്ളിയുണ്ട്, പിന്നെ ഇനി നമ്മുടെ മുളക് പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ സബോള കണ്ടിച്ചത്. ഇനി നമുക്ക് കുക്കിലോട്ട് പോവാം. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് വന്ന് അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചിയാണ് ഇടണം. നമുക്ക് നല്ലോണം ചൂടാക്കണം. ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാമേ. പച്ചമുളക് ഇട്ട ഉടനെ തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വേഗം ആവാൻ വേണ്ടി ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്കിതാ നമ്മുടെ അതന്നെ നമ്മുടെ കക്കാച്ചിക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഇടാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ചിറക്കി. എന്നിട്ട് നമ്മളെന്താ മുളക് പൊടി ഇടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുളക് പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. കുറച്ച് നിങ്ങൾ താരെ പോവാതെ ഇളക്കാളും എന്തേലും കുറച്ചൊക്കെ താരെ പോയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല രുചിയുണ്ട്. മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടി ഇട്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. നമുക്ക് നല്ല രുചിയൊക്കെ. ഫ്രണ്ട്സ്, അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഈ എല്ലാ പൊടിയും കൂടി ഇതിലിട്ട് കൊടുക്കാം. നല്ല ഇട്ട് കൊടുത്ത് നമുക്ക് ഇത്തിരി കുറച്ച് വെച്ചിട്ട് ഇടാവുള്ളൂ. ഇതിൽ കൂടുതലുള്ള നമ്മുടെ പച്ചമുളക് നല്ല ഫ്രണ്ട്സ്. അപ്പം ഫ്രണ്ട്സ്, കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകും. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെരട്ടി വെച്ച കപ്പ ഇനി നമ്മൾ നല്ലതുപോലെ നമുക്ക് നല്ലൊരു എണ്ണ
ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് നേരം കക്കാച്ചി അടച്ചു വെക്കാം. എന്ന് വെച്ചാൽ അപ്പം നമുക്ക് നമ്മളെല്ലാം കൂടി ചേർത്തത് മിക്സ് ചെയ്യും. അപ്പം നല്ലതായിട്ട് അടച്ചു വെക്കാം. അങ്ങനെ ഫ്രണ്ട്സ് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു എളുതം 2-3 നമ്മൾ കരിവേപ്പില ഇടുന്നുണ്ട്. നമുക്ക് കരിവേപ്പില നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണ്ണുണ്ട്, കൊത്തി കഴിഞ്ഞിട്ടായി. നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ടൊന്ന് ഇട്ടിട്ട് കക്കാച്ചി കറി റെഡി ആയിട്ടിരിപ്പോട്ട് നമുക്ക് കഴിക്കാം. അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നിങ്ങളിങ്ങനെയും സൂപ്പറായിട്ടൊന്ന് ഉണ്ടാക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.